കണ്ണാപ്പി ജയിച്ചു, പിന്നെ ബസ് കണ്ടക്ടർ ജയിച്ചു എന്നൊക്കെയാണല്ലോ ഇപ്പം പറച്ചിൽ. കേരളത്തിലൊരു പ്രമുഖ ബ്ലോഗറുടെ ഭാര്യ ഒളിച്ചോടിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് ബ്ലോഗേഴ്സിനൊരു ചാകരയാണ്, പ്രത്യേകിച്ച് അരിയണ്ണന്. ഈ അരിയണ്ണം വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നോ? ഞാനും ഈ ഒളിച്ചോടിപ്പോയിട്ടുള്ള സ്ത്രീയുടെ ഹസ്ബൻഡുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സാണ്. അവൻ എന്നെ കല്യാണത്തിനൊക്കെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. ഇന്നൊരു ന്യൂസ് കേട്ട സമയത്ത് ഞാൻ അവനെ രാവിലെ തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അവൻ പറഞ്ഞു പോയത് പോട്ടേന്ന്. ശേഷം ഞാൻ എന്ത് ചെയ്തു? ഞാൻ കാറിൽ കയറി ഇരുന്ന് AC ഇട്ടിട്ട് ഇവരുടെ രണ്ടുപേരുടെയും കല്യാണ ഫോട്ടോ തമ്പനയിലാക്കി വെച്ചിട്ട് ഞാനൊരു വീഡിയോ അങ്ങോട്ട് കാച്ചി. ഇതുപോലെ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ 100 വർഷം പുണ്യം ചെയ്താലും കിട്ടുമോ? ഇല്ല. അതാണ് നമ്മുടെ അരിയണ്ണൻ. ഫ്രണ്ടും ബാക്കും ഒക്കെ കാറിന്റെ പുറത്ത്, കാറിന്റെ ഉള്ളിൽ കയറിയാൽ എനിക്ക് എല്ലാവരും കണക്കാം. ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ലാതെ, ബട്ട് റിയൽ ലൈഫിൽ അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുന്ന 2 വ്യക്തികളാണ്. നീ വിളിക്കുന്നത് എന്തിനാടാ ആകെ? നീ വിളിക്കുന്നത് ഇതുപോലെ ഓരോ ആളുകളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത്, ആരെങ്കിലും അടിയിലാകുന്ന സമയത്ത് അവരെ വിളിച്ചൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയും. അപ്പോൾ അവരെന്ത് ചെയ്യും? തൊലിക്കെട്ട കൊണ്ടുപോയിട്ട് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കും. അത് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് യൂട്യൂബിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കമത്തും. അത് 1/2 മണിക്കൂർ ഫോൺ സംഭാഷണമാണെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ വീഡിയോ, 1 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വീഡിയോ. അത് നേരെ ഇങ്ങോട്ട് പറിച്ച് നടും. അതാണ് ഇവൻ ചെയ്യുന്നത്. അതിനാണ് ഇവൻ ആളുകളെ വിളിക്കാറുള്ളത്. അല്ലാതെ ഒരുത്തനെ ഇവൻ വിളിക്കൂല. ഒന്നാമത് ഇവൻ ആ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങൂല. എന്നെ ജീവിതത്തിൽ ആകെ ഒരൊറ്റ വട്ടം ഇവൻ വിളിച്ചിട്ടുള്ളൂ. പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തുനിന്ന്. ഇവൻ ആകെ എന്നെ വിളിച്ചിട്ടുള്ളത് ഒരൊറ്റ വട്ട. അന്നാണെങ്കിൽ 1/2 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. എന്നെ മാക്സിമം ഉരുട്ടി മറച്ചിടാൻ നോക്കി. എന്തില്? ഇവരുടെ ഒരു തൊലിഞ്ഞ സംഘടന ഉണ്ട്, കിക്ക്, കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി. ഇവൻ അതിൻ്റെ സെക്രട്ടറിയും കരിപ്പൂടി അതിൻ്റെ പ്രസിഡന്റും അങ്ങനെ എന്തോ ആണ്. ഒരുത്തൻ കള്ളനും മറ്റവനെ അതിന് കൂട്ടിക്കുന്ന ആളും. പിന്നെ വിവരമുള്ള ആരാ ഇതിൽ പോയി കയറുക? എന്നിട്ട് ഇതിൽ എന്തെങ്കിലും പ്രശ്നമാകുന്ന സമയത്ത് ഇവർ ഞങ്ങൾ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്ററൊക്കെ അടിച്ച് മറ്റവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് കുറേ ആളുടെ അവർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെയും കിടന്ന് അപമാനിക്കും. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഘടന, ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയും പോലെ, അതിൽ കയറാൻ വേണ്ടിയിട്ട് ഇവൻ എന്നെ വിളിച്ച് വളച്ച് ഓടിച്ച് സംസാരിച്ച് നോക്കി. ഞാൻ ഇപ്പോൾ വീഴും. എനിക്ക് ഒന്നാമതേ ഈ യൂട്യൂബേഴ്സുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഇങ്ങനെ ഉണ്ടാവും, കറക്റ്റ് ഇതുപോലെ ഉണ്ടാവും. ഇത് കണ്ടില്ലേ? സുഹൃത്താണ് പോലും. സുഹൃത്ത് ഇവിടെ വന്നിട്ട് കുണയ്ക്കുന്നതാ. കാറിൽ കയറി ഇരുന്നിട്ട് സ്വന്തം സുഹൃത്തിന് ഒരു പ്രശ്നം വന്ന സമയത്ത് അവനെ വെച്ചിട്ട് അരി വാങ്ങുക. അതാ ചെയ്യുക. എനിക്കാകെ വിരളിലെണ്ണാവുന്ന ക്രിയേറ്റേഴ്സുമായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് പോലുമില്ല. ഇവർ 1000 ആൾ 500 ആളൊക്കെ ഉള്ള യൂട്യൂബേഴ്സിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് കേരളത്തിൽ, ഒരുപാടുണ്ട്. യൂട്യൂബേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ പോലും ഞാനില്ല. കാരണം നാളെ നമ്മളെ ഇതുപോലെ എടുത്തിട്ട് അലക്കും. ഒരൊറ്റ ഒന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല. നാളെ ഇവന്മാർ ചാൻസ് കിട്ടിയാൽ എടുത്തിട്ട് കൊടയും ഇവർ. ഉറപ്പാ. ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ തന്നെ പലരും എടുത്ത് കുടയുന്നു. അപ്പോൾ ഇവനൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടെങ്കിൽ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.